CPIM-ന്റെ മതേതരത്വ കാഴ്ചപ്പാട് ശുദ്ധ കാപട്യമാണ്. CPIM-ന്റെ കൂടെ പല ആളുകളും ഇന്നുള്ളത് CPIM-നോട് ഒരുപാട് അമർഷമുള്ള ആളുകളാണ്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് അടുക്കുവാൻ പോവുകയാണ്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ എത്ര പഞ്ചായത്തുകൾ ഏതൊക്കെ മുന്നണികൾ പിടിക്കുന്നു എന്നതനുസരിച്ച് അതിന്റെ ഒരു പ്രതിഫലനമായിരിക്കും 2026 നടക്കുവാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്ന് മൂന്ന് മുന്നണികൾക്കും കൃത്യമായി ബോധ്യമുള്ള കാര്യം തന്നെയാണ്. അതുകൊണ്ട് വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കഴിയുന്നത്ര സീറ്റുകളിൽ വിജയിക്കുവാൻ കഴിയുന്ന എല്ലാ മാർഗങ്ങളും ഉപയോഗപ്രദമാക്കുക എന്ന ഒരു ഉദ്ദേശം കോൺഗ്രസിനെ സംബന്ധിച്ചും LDF-നെ സംബന്ധിച്ചും BJP-യെ സംബന്ധിച്ചുമുണ്ട്. അതുകൊണ്ട് തങ്ങളുടെ തട്ടകത്തിൽ നിന്ന് പ്രാദേശിക തലത്തിലെ നേതാക്കന്മാർ വിട്ടുപോകുന്നത് നിലവിലത്തെ സാഹചര്യത്തിൽ ഓരോ മുന്നണിക്കും വലിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. ഈ സാഹചര്യത്തിലാണ് കോഴിക്കോട്ടെ ഒട്ടുമിക്ക മണ്ഡലങ്ങളിലും ഭരിക്കുന്ന ഇടതുപക്ഷത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ബ്രാഞ്ച് സെക്രട്ടറിയായ അക്ബർ അലി ഇപ്പോൾ പാർട്ടി വിട്ട് കോൺഗ്രസിലേക്ക് എത്തിയിരിക്കുന്നത്. നിലവിലത്തെ സാഹചര്യത്തിൽ കോൺഗ്രസിന് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയ സാധ്യത ഏറെയുണ്ട് എന്ന് പല രാഷ്ട്രീയ നിരീക്ഷകരും പറയുന്ന സാഹചര്യത്തിൽ കോഴിക്കോട് പോലെ ഇടതുപക്ഷം കൂടുതൽ നിയമസഭാ മണ്ഡലങ്ങൾ പിടിച്ചെടുത്തിട്ടുള്ള ഒരു ജില്ലയിൽ നിന്ന് പ്രാദേശിക തലത്തിലെ ഏറ്റവും ശക്തനായ നേതാവ് കോൺഗ്രസിലേക്ക് പോകുന്നത് ഇടതുപക്ഷത്തെ സംബന്ധിച്ച് വലിയൊരു തിരിച്ചടി തന്നെയാണ്. 2026 ഭരണവിരുദ്ധ വികാരം മൂന്നാം തവണയും അധികാരത്തിലേറാൻ കഴിയാത്ത തരത്തിലേക്ക്, അല്ലെങ്കിൽ നിലവിലത്തെ സാഹചര്യത്തിൽ ഇടതുപക്ഷത്തിന് തങ്ങളുടെ കുത്തക ജില്ലകളിൽ പോലും സ്വാധീനം കുറഞ്ഞു വരുന്നു എന്ന പല വാർത്തകളും മുൻപോട്ട് വരുന്ന സാഹചര്യത്തിൽ പ്രാദേശിക തലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കന്മാർ ഇടതുപക്ഷം വിട്ട് കോൺഗ്രസിലേക്ക് പോകുന്നത് അല്ലെങ്കിൽ BJP-യിലേക്ക് പോകുന്നതൊക്കെ ഇടതുപക്ഷത്തിന് വലിയ തിരിച്ചടി തന്നെയാണ്. ആലപ്പുഴ പോലെ ഇടതുപക്ഷത്തിന്റെ ഏറ്റവും ശക്തമായിരുന്ന ഒരു ജില്ലയിൽ നിന്ന് ബിപിൻ സി ബാബുവിനെ പോലെ ഒരു പ്രധാനപ്പെട്ട നേതാവ് BJP-യിലേക്ക് പോകുന്നു. ഇപ്പോൾ കോഴിക്കോട് പോലെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം പിടിച്ചെടുത്ത കൂടുതൽ നിയോജക മണ്ഡലമുള്ള ഒരു ജില്ലയിലെ ഒരു ബ്രാഞ്ച് സെക്രട്ടറി കോൺഗ്രസിലേക്ക് പോകുന്നു. അങ്ങനെ പോകുന്നതിന് പ്രധാന കാരണം ന്യൂനപക്ഷങ്ങളെ തള്ളിപ്പറയുന്ന ഒരു പ്രവണത കഴിഞ്ഞ കുറെ കാലങ്ങളായി ഇടതുപക്ഷം മുൻപോട്ട് വെക്കുന്നുണ്ട്. ജമാഅത്ത് ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട വിഷയം, അങ്ങനെ ന്യൂനപക്ഷങ്ങളെ എല്ലാം മാറ്റി നിർത്തി ഭൂരിപക്ഷ പ്രീണനം നടത്തിക്കൊണ്ട് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിലേറാൻ കഴിയുമെന്നൊരു തെറ്റിദ്ധാരണ ഇടതുപക്ഷത്തിനുണ്ട്. ആ ധാരണ മുൻപിൽ വെച്ചുകൊണ്ടുള്ള പ്രവർത്തനമാണ് ഇടതുപക്ഷം കാഴ്ചവെക്കുന്നത്. അതിൽ വലിയ പ്രതിഷേധമുണ്ട് എന്ന് CPM-ന്റെ ജില്ലാ സെക്രട്ടറിയായ അക്ബർ അലി പറയുന്നുമുണ്ട്. ഇപ്പോൾ അദ്ദേഹം ഇടതുപക്ഷം വിട്ട് കോൺഗ്രസിലേക്ക് വന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം MEG-7 ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട ആളുകൾ മുൻകൈയെടുത്ത് നടത്തുന്ന ഒരു സംഘടനയായതുകൊണ്ട് അത് ഒരു തീവ്രവാദ സംഘടനയാണ് എന്ന മുൻധാരണയോടുകൂടി അതിനെ നോക്കിക്കാണുന്ന ഒരു പ്രവണത ഇടതുപക്ഷത്തിന്റെ ഭാഗത്തുനിന്നുണ്ട് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ആരോപണം. അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാം. CPIM-ന്റെ മതേതരത്വ കാഴ്ചപ്പാട് ശുദ്ധ കാപട്യമാണ്. തരാതരം പോലെ വർഗീയതയെ പ്രീണിപ്പിക്കുക എന്നുള്ളതാണ് അവരുടെ മതേതര കാഴ്ചപ്പാട്. ഏറ്റവും അവസാനമായി MEG-7 എന്ന് പറയുന്ന ഒരു യോഗ ക്ലാസ്, ആരോഗ്യത്തെക്കുറിച്ച് എല്ലാവരും നമ്മുടെ കേരളീയരെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ഉത്കണ്ഠാകുലരായ ആളുകളാണ് മലയാളികൾ പ്രത്യേകിച്ച്. അപ്പോൾ യോഗ പരിശീലനത്തെ പ്രത്യേക മതവിഭാഗത്തിന്റെ ആളുകൾ അതിലുണ്ട് എന്നതിന്റെ പേരിൽ മാത്രം ആ മതവിഭാഗത്തിൽപ്പെട്ട തീവ്രവാദ സംഘടനകളാണ് അത് ഏറ്റെടുത്ത് നടത്തുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ ന്യൂനപക്ഷത്തെ സംശയ നിഴലിൽ നിർത്തുന്നതിന് വേണ്ടി CPIM-ന്റെ ജില്ലാ സെക്രട്ടറി യാതൊരു ഉത്തരവാദിത്വമില്ലാത്ത പ്രസ്താവന നടത്തുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. സത്യത്തിൽ ന്യൂനപക്ഷങ്ങൾ സ്വാഭാവികമായിട്ട് ന്യൂനപക്ഷങ്ങൾ എന്നുള്ള നിലയിൽ തന്നെ പാർശ്വവൽക്കരിക്കപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. എല്ലാ കാര്യത്തിലും അവർ സംശയ നിലയിലാണ്. MEG-7 ഏറ്റവും അവസാനം ഉണ്ടായ ഒരു വിഷയമാണ്. സമീപകാലത്ത് CPIM സ്വീകരിച്ചു വരുന്ന പല നിലപാടുകളും ജനാധിപത്യവാദികൾക്ക് അംഗീകരിക്കാൻ കഴിയുന്നതല്ല. ഏറ്റവും അവസാനം മതേതരത്വത്തോട് സത്യസന്ധമല്ലാത്ത സമീപനമാണ് CPIM കുറെ കാലങ്ങളായി സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നതിനുള്ള ഏറ്റവും അവസാനത്തെ തെളിവാണ് MEG-7 വിവാദം. CPIM-ന്റെ കൂടെ പല ആളുകളും ഇന്നുള്ളത് CPIM-നോട് ഒരുപാട് അമർഷമുള്ള ആളുകളാണ്. പല കാരണങ്ങളാൽ വിധേയത്വത്തിന്റെ പേരിൽ CPIM-മായി സഹകരിച്ചു പോകും. എന്നെ സംബന്ധിച്ച് അത്തരത്തിലുള്ള വ്യക്തിപരമായ ഒരു വിധേയത്വത്തിന്റെ ആവശ്യമില്ല. ഞാൻ CPIM-ന്റെ എന്തെങ്കിലും വ്യക്തിഗതമായ ആനുകൂല്യങ്ങൾ സ്വീകരിച്ചിട്ടില്ല. പദവികൾ സ്വാഭാവികമായിട്ടും പൊതുപ്രവർത്തകൻ എന്നുള്ള നിലക്ക് CPIM വിവിധ ഘട്ടങ്ങളിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. അതിന് പ്രാപ്തിയുള്ളത് കൊണ്ടായിരിക്കുമല്ലോ സ്വാഭാവികമായിട്ട് ഏൽപ്പിക്കുക. ഒരു തൊഴിൽ കാർഡ് പോലും വ്യക്തിപരമായിട്ട് CPIM-ആണ് പഞ്ചായത്ത് ഭരിക്കുന്നത്, അസംബ്ലി CPM-ആണ്, സ്റ്റേറ്റ് നമുക്കറിയാലോ സംസ്ഥാനം ഭരിക്കുന്നത് CPM-ആണ്. എന്നാൽ ഭരണത്തിന്റെ അത്തരം കാര്യങ്ങൾ വ്യക്തിഗതമായ ഒരു ആനുകൂല്യം സ്വീകരിക്കാത്തത് കൊണ്ട് തന്നെ CPIM-ന്റെ നിലപാടുകൾ തുറന്നു പറയുന്നതിന് എനിക്ക് ഭയക്കേണ്ട ആവശ്യം. പാർട്ടി ആഭ്യന്തര വിഷയങ്ങൾ ആയതുകൊണ്ട് തന്നെ ഒരു സ്വാഭാവികമായും അതിൻ്റെ അകത്ത് പ്രവർത്തിക്കുന്ന ഘട്ടങ്ങളിൽ ആഭ്യന്തരമായി ഉണ്ടായിരുന്ന കാര്യങ്ങൾ ഇതുപോലത്തെ ഒരു പൊതുവേദി പറയുന്നത് മാന്യത അല്ലാത്തത് കൊണ്ട് ഈ ഘട്ടത്തിൽ പറയുന്നില്ല. ഏതെങ്കിലും തരത്തിൽ അവർ ഈ വിഷയത്തെ എങ്ങനെയാണ് സമീപിക്കുക എന്ന് നോക്കിയതിന് ശേഷം
അത്തരം കാര്യങ്ങൾ വ്യക്തമാക്കാം.